ഹലോ, ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് നല്ലൊരു സോഫ്റ്റ് ആയിട്ടുള്ള റവ ദോശയാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു ദോശയാണിത്. ഇപ്പോൾ പെട്ടെന്ന് മാവൊന്നും വീട്ടിലില്ല എങ്കിൽ നമുക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു സോഫ്റ്റ് ദോശയാണ്. അപ്പോൾ ശരി, ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. റവ ദോശ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ 1 കപ്പ് റവയാണ് എടുത്തിട്ടുള്ളത്. ഈ 1 കപ്പ് റവ എന്ന് പറയുന്നത് ഈ കപ്പിൽ 1 കപ്പ് റവയാണ് എടുത്തിട്ടുള്ളത്. ഇനി അടുത്ത് വേണ്ടത് മൈദാമാവാണ്. 1 കപ്പ് റവയ്ക്ക് 1/2 കപ്പ് മൈദാമാവ് വേണം. ഒരു സംശയവും വേണ്ട, മൈദാമാവിന് പകരം നമുക്ക് ഗോതമ്പാവ് യൂസ് ചെയ്യാം. ഗോതമ്പാവ് യൂസ് ചെയ്യുമ്പോൾ ചെറുതായിട്ടൊരു യെല്ലോയിഷ് കളർ ഉണ്ടാവും ദോശയ്ക്ക്, പിന്നെ ഒരു ഗോതമ്പിൻ്റെ ചെറിയൊരു ടേസ്റ്റും ഉണ്ടാവും. അല്ലാതെ വേറെ ഒരു വ്യത്യാസവും ഇല്ല. ഇതുപോലെ തന്നെ സെയിം ആയിട്ട് നമുക്കിത് കിട്ടും. ഇനി വേണ്ടത് ഈസ്റ്റാണ്. 2 ടീസ്പൂൺ ഈസ്റ്റാണ്. ഇതിലേക്ക് ഞാനിപ്പോൾ ചെറിയ ചൂടുവെള്ളമായിട്ട് 2 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്ത് കൊടുക്കുകയാണ്. ഇത് ചെറിയ ചൂടുവെള്ളമാണ്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഷുഗർ കൂടി ചേർത്ത് കൊടുക്കാം. ഇത് നല്ലതുപോലെ മിക്സ് ചെയ്ത് വെക്കാം. ഒരു 3 മിനിറ്റോളം നേരം ഇതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ബാറ്റർ തയ്യാറാക്കി തുടങ്ങാം. അതിലേക്ക് റവ ചേർത്ത് കൊടുക്കാം. നേരത്തെ നമ്മൾ മാറ്റി വെച്ചിരുന്ന മൈദാമാവ് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഇനി ഇതിലേക്ക് വളരെ കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരുന്ന ഈസ്റ്റ് 3 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അതുകൂടി ചേർത്ത് കൊടുക്കാം. ഇനി നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. കുറച്ചുകൂടി വെള്ളം വേണം. ഇതുപോലെ ഒരു ഹാൻഡ് വിസ്ക് വെച്ചിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നിങ്ങളുടെ കൈവശം ബീറ്റർ ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും ബെസ്റ്റ്. ബീറ്റർ വെച്ചിട്ട് 1 മിനിറ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ഇല്ലാന്നുണ്ടെങ്കിൽ ഇതൊന്ന് മിക്സിയിലൊന്ന് 30 സെക്കൻഡോളം ഒന്ന് അടിച്ചെടുത്താൽ മതി, വേറെ ഒന്നും വേണ്ട. ഇപ്പോൾ ഞാൻ ഹാൻഡ് വിസ്ക് വെച്ചിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഈ ഒരു രീതിയിൽ വേണം വെള്ളം ഒഴിച്ച് കൊടുക്കാനായിട്ട്, ഇതുപോലെ. ഇനി ഇത് ഒരു 30 മിനിറ്റ് നമ്മൾ മാറ്റി വെക്കണം. ഇതുപോലെ ഒരു ക്ലിങ് പേപ്പർ വെച്ചിട്ട് കവർ ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു അടപ്പ് വെച്ചിട്ട് ഒന്ന് അടച്ചു വെക്കുകയോ ചെയ്താൽ മതി. ഈ 30 മിനിറ്റ് കൊണ്ട് ഈ മാവ് ഒന്നുകൂടി ചെറുതായിട്ട് പൊങ്ങി വരും. ഇപ്പം നമ്മൾ ഈസ്റ്റൊക്കെ ചേർത്തിട്ടുള്ളതല്ലേ, അതിൻ്റെ പേരിൽ ചെറുതായിട്ടൊന്ന് പൊങ്ങി വരും. കുറച്ചുകൂടി മാവ് തിക്കാവുകയും ചെയ്യും. അപ്പോൾ 30 മിനിറ്റ് ആവട്ടെ. അരമണിക്കൂറായിട്ടുണ്ട്. നമുക്കിനി ഇത് തുറന്ന് നോക്കാം. ഇപ്പോൾ നമ്മുടെ മാവ് ഒന്നുകൂടി നല്ലതുപോലെ കട്ടിയായി വന്നിട്ടുണ്ട്. നല്ലൊരു ദോശ ബാറ്ററിൻ്റെ അതേ സെയിം കൺസിസ്റ്റൻസിയിലായിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഇതിൽ ഈസ്റ്റിൽ ചേർത്തിരിക്കുന്നത്, ഇപ്പോൾ ഈസ്റ്റ് ഇല്ലയെന്നുണ്ടെങ്കിൽ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ആയാലും മതി. ഇനി നമുക്കിത് ഡയറക്റ്റായിട്ട് തന്നെ ദോശ തവയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. തവ ഇപ്പോൾ നല്ലതുപോലെ ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരല്പം ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ നോൺ സ്റ്റിക്കിൻ്റെ പാൻ ഉണ്ടെങ്കിൽ ഇതുപോലെ ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടി വരില്ല. ഒരു സൈഡ് മാത്രം നമുക്കിത് നല്ലതുപോലെ കുക്ക് ചെയ്തെടുത്താൽ മതി. ഇപ്പോൾ നമ്മുടെ ദോശ സൂപ്പറായിട്ട് റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ദോശയാണിത്. ഇനി ഇത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. ദോശ മാവൊന്നും വീട്ടിലില്ലാന്നുണ്ടെങ്കിൽ നമുക്കിതുപോലെ പെട്ടെന്ന് വീട്ടിൽ തയ്യാറാക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നാളെ വീട്ടിൽ ബ്രേക്ക്ഫാസ്റ്റിന് റവ ദോശ ഉറപ്പായിട്ട് നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ നമ്മുടെ ഷമീസ് കിച്ചൻ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അങ്ങനെ നമ്മുടെ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ടേസ്റ്റ് ആയിട്ടുള്ള റവ ദോശ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ഇത് വെജ് കറിയുടെ കൂടെ ആണെങ്കിലും നോൺ വെജിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ദോശയാണ്. അപ്പോൾ നിങ്ങളിതെല്ലാവരും ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കുന്നതോടൊപ്പം തന്നെ അതിൻ്റെ കമൻസ് എന്നെ മറക്കാതെ അറിയിക്കുകയും വേണം. വീണ്ടും ഇതുപോലുള്ള നല്ല സിമ്പിൾ ആയിട്ടുള്ള ടേസ്റ്റ് ആയിട്ടുള്ള റെസിപ്പീസൊക്കെ ആയിട്ട് കാണുന്നതുവരേക്കും ബൈ ഫ്രം ഷമീസ് കിച്ചൻ.